മദീനയിലെ ഒരു ചൂടേറിയ ദിവസം. ഭക്ഷണ സാധനങ്ങൾ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടം. പല വീടുകളിലും ചില ദിവസങ്ങളിൽ അടുപ്പ് പോലും കത്താറില്ലായിരുന്നു. അത്തരമൊരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടുത്ത വിശപ്പിലായിരുന്നു. വീട്ടിൽ അന്വേഷിച്ചപ്പോൾ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പ് അത്രയും ശക്തമായിരുന്നു. വിശപ്പിന്റെ വേദന മറക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വീട്ടിലിരുന്നാൽ വിശപ്പിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് നടന്നത്. വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പരിചിത മുഖം അദ്ദേഹം കണ്ടു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അസാധാരണമായ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുയെ പുറത്ത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അബൂബക്കറെ, എന്താണ് നിങ്ങൾ ഈ സമയത്ത് പുറത്ത് ചെയ്യുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചുനേരം മൗനമായി നിന്ന ശേഷം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, കടുത്ത വിശപ്പാണ് എന്നെ പുറത്തിറക്കിയത്. വീട്ടിലിരുന്നാൽ വിശപ്പിന്റെ വേദന കൂടുതലായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. പ്രവാചകൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കി. അധികം വൈകാതെ മറ്റൊരാൾ കൂടി അവിടേക്ക് എത്തി. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തോടും ചോദിച്ചു, ഉമറെ, എന്താണ് നിങ്ങൾ ഈ സമയത്ത് പുറത്തുനിന്ന് ചെയ്യുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് വിശന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന അതേ കാരണമാണ് എന്നെയും പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് മൂവരും കൂടെ നടക്കാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും മഹത്തായ മനുഷ്യരും പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ നേതാക്കളായി മാറിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അന്ന് വിശപ്പിന്റെ വേദന അനുഭവിക്കുകയായിരുന്നു. എന്നാൽ അവർ പരാതിപ്പെട്ടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസത്തോടെ അവർ ക്ഷമിച്ചു. അങ്ങനെ അവർ നടന്ന് അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ വീട്ടിലേക്കെത്തി. വീട്ടുടമ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ ദൂതരെയും അദ്ദേഹത്തിന്റെ 2 പ്രിയപ്പെട്ട സ്വഹാബിമാരെയും കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങളുടെ ഭർത്താവ് എവിടെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ പോയിരിക്കുകയാണെന്ന് അവൾ മറുപടി പറഞ്ഞു. അല്പസമയത്തിന് ശേഷം വീട്ടുടമ മടങ്ങിയെത്തി. തന്റെ വീട്ടിൽ പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുയും ഉമർ റളിയല്ലാഹു അൻഹുയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇന്ന് എനിക്ക് ലഭിച്ച അതിഥികളെ പോലെ ഭാഗ്യമുള്ള അതിഥികൾ മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ നല്ല ഈത്തപ്പഴങ്ങൾ കൊണ്ടുവന്നു. ശേഷം ഒരാടിനെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കി. അതിഥികൾക്ക് ഏറ്റവും നല്ലത് നൽകാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. കുറച്ചു നേരത്തിന് ശേഷം ഭക്ഷണം തയ്യാറാക്കി. വിശപ്പിലായിരുന്ന പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. തണുത്ത വെള്ളവും കുടിച്ചു. ഏറെ നേരത്തിന് ശേഷം അവരുടെ വിശപ്പ് ശമിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 2 സ്വഹാബിമാരെ നോക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവനാണ് സത്യം. ഇന്ന് നിങ്ങൾ അനുഭവിച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്ത്യനാളിൽ നിങ്ങളോട് ചോദിക്കപ്പെടും. ഈ തണലും ഈ തണുത്ത വെള്ളവും ഈ നല്ല ഭക്ഷണവുമെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവർ ആഴത്തിൽ ചിന്തിച്ചു. വിശപ്പിന്റെ വേദനയിൽ നിന്ന് ആശ്വാസം ലഭിച്ച ആ നിമിഷത്തിൽ പോലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറക്കരുതെന്ന് അവർ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. വിശപ്പ് കാരണം പഠിക്കാൻ പോലും കഴിയാതെ ഭക്ഷണത്തിനായി മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന അനേകം പേരുണ്ട്. നമുക്ക് കിടക്കാൻ വീടുണ്ട്, അതുപോലെ 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ടും നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോട് നന്ദി പറയാൻ മറക്കുന്നു. പ്രവാചകനും അദ്ദേഹത്തിന്റെ സ്വഹാബിമാരും വിശപ്പിന്റെ വേദന അനുഭവിച്ചപ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെയും ഒരു ഗ്ലാസ് വെള്ളത്തിന്റെയും വില നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി പറയണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടും നന്ദി പറയാത്ത നമ്മളെക്കാൾ വലിയ നന്ദി കെട്ടവർ ആരാണ് ഈ ലോകത്തുള്ളത്?